ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്ത പ്രതിപക്ഷത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളെ ശക്തമായി അപലപിച്ച് കേന്ദ്രം. നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. എന്നാൽ പ്രതിപക്ഷത്തിൻ്റേത് ജനാധിപത്യ വിരുദ്ധവും ഉത്തരവാദിത്തമില്ലാത്തതുമായ സമീപനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സർക്കാർ സ്വീകരിച്ച കർശന നടപടികൾ രാജ്യത്തിന് മുന്നിൽ വിശദീകരിക്കാൻ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. എന്നാൽ സഭയിൽ ചർച്ച ഒഴിവാക്കാൻ പ്രതിപക്ഷം ഒഴിവ് കഴിവുകളും തടസ്സങ്ങളും തിരിയുകയാണെന്നും രാജ്യസഭയിൽ തുറന്നടിച്ച് കിരൺ റിജിജു. ये प्रजातांत्रिक मूल्यों का हनन कर रहे हैं। अभी अभी हमारे पार्लियामेंट्री अफेयर्स मिनिस्टर किरण रिजिजू जी ने बहुत स्पष्ट शब्दों में कहा है कि सरकार हर मुद्दे पर चर्चा करने के लिए तैयार है और इसके साथ साथ नीट में पेपर लीक और उससे निकलने वाली सारी गतिविधियों पर भी हमारी सरकार चर्चा करने के लिए तैयार है। सरकार नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है। मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है। माननीय स्पीकर महोदय, सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए। सरकार पूरी तरह से नीट पेपर लीक पे चर्चा करने का तैयार है। വിശദാംശങ്ങളുമായി ഡൽഹി നിയമസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, രാജ്യ തലസ്ഥാനത്ത് ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഈ പാർട്ടികൾക്ക് പിന്നിൽ ആര് എന്നതിലേക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ അതുപോലും മുഖവിലക്കെടുക്കാൻ തയ്യാറാകാതെ കലാപം ആളിക്കത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്, അല്ലേ? സുരേഷ്, വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തി സർക്കാർ ഈ വിഷയത്തിൽ പാർലമെന്റിലെ ഇരുസഭകളിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇന്നിപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അതേപോലെ തന്നെ രാജ്യസഭയിലെ ഭരണപക്ഷ നേതാവായിട്ടുള്ള മന്ത്രിയുമായിട്ടുള്ള JP നദ്ദയും വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ ചർച്ച ആവശ്യപ്പെട്ടു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് പ്രതിപക്ഷം പുതിയ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഈ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിന് പ്രതിപക്ഷത്തിന് വിദ്യാർത്ഥികളുടെ ഭാവിയിലല്ല ശ്രദ്ധ, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത് സർക്കാർ. ഇതിൽ ഏറ്റവും നിർണായകം ഇതുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ. അത് ഈ മൺസൂൺ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ആ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാണ്. അതിൽ സുതാര്യതയുണ്ട് 100%. അതായത് സർക്കാർ എടുത്തിട്ടുള്ള ഏതെല്ലാം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊണ്ട നടപടികൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ട ബാധ്യതയും കർത്തവ്യവും സർക്കാരിനുണ്ട്. ആ കർത്തവ്യം ഏറ്റെടുക്കാൻ BJP സർക്കാർ തയ്യാറാണ്. അതുമായി മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കുമ്പോഴും എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ ലാഭത്തോടുകൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നും, അല്ലെങ്കിൽ ജനോപകാരപ്രദമാകേണ്ടതും ഭാവി തലമുറക്ക് ഉപകാരപ്രദമാകേണ്ടതുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം എന്തിന് ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുന്നു സംഭവങ്ങളെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാജ്യസഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അതേപോലെ തന്നെ JP നദ്ദയും ഉയർത്തുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.